ഓഫ് റോഡ് വണ്ടി കാണിക്കണ കഴ കണ്ടില്ലേ? എന്റെ കണ്ണിൽ തട്ടിയിട്ടില്ല കേട്ടോ ആ വണ്ടി. ആ എന്റെ കൈക്ക് അവള് പണി ഉണ്ടാക്കും. ഈശ്വരാ ഒന്ന് കേറ് പോളി. അതെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കേട്ടോ അതൊക്കെ കുറച്ച് ഏറുള്ള ആളെയാണ് ഞാൻ ഇപ്പൊ കൊന്നു. എനിക്കൊരാശ്വാസം. ഹലോ ഹലോ ബോസേട്ടാ എവിടെയുണ്ട്? ആ നാരദ എവിടെടാ? ഞാനിവിടെ ഞാനേ കുറച്ച് നേരത്തെ കുറച്ച് ബോട്ടിനെ മറ്റേ വാലോ ബോട്ട് കണക്കുള്ള 2-3 ബോട്ടിനെ അടിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു. വാലോ ബോട്ടിനെ അടിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നു? ആ മറ്റേ വണ്ടി കൊണ്ടുതരാൻ മറ്റേ വരില്ലേ ബോട്ട്, അവരൊരു ഗ്യാങ് ഇവിടെ ഡ്രസ് ഷോപ്പിൽ നിന്നിട്ട് മറ്റേ എന്തോ ചെയ്യുമായിരുന്നു. എടാ വണ്ടി കുരിഞ്ഞത് കണ്ടാരോ നിങ്ങള്? എന്റെ അളിയനെയും പന്നി. അയ്യോ എന്തൊരു നീകൻ അളിയനത്. നീകനോട് അലീനടിച്ചിട്ടാ, നീകനോട് അലീനടിച്ച് കറക്കിയാട്ടാ. നീകനെ തീർക്കും കേട്ടോ അവര്. നീകനെ തീർത്തു. തീർക്കടാ നീക, തീർക്കടാ നീക. നീകോ പിടിച്ചു കൊല്ലടാ ഇതിനകത്തിനെ. കൊന്നറിയത്തിന്. കമോൺ യു ക്യാൻ, യു ക്യാൻ. പോടാ അലീനയാ. ഇതിന്റെ മണ്ടം പീടി മണ്ട EMS പോണോക്ക് പോണോക്ക് പോണോക്ക്. എന്നെ പൊക്കാതെ മണ്ടം പീടി. സറണ്ടർ സറണ്ടർ എന്ത് സംഭവം? ആരാ എന്താ ചന്ദ്രൻ എന്തിനാ അടിച്ചേ? നിങ്ങൾ പറയണ്ടേ ഇത് പറയണ്ടേ? ഞാൻ നോക്കിയപ്പോ ഒരു വണ്ടി വന്ന് അലീന കൊല്ലുന്നത്. ആ ഒരു നിമിഷം തൊട്ട് പുള്ളി അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുന്നു. ഹെഡിനോട് ചോദിക്കണോന്ന്. സാറേ സിറ്റുവേഷൻ ഞാൻ പോയിട്ട് ഹെഡ് കിட்ட റിപ്പോർട്ട് ചെയ്ത് പീഡി കിட்ட റിപ്പോർട്ട് ചെയ്യണോ? ഓ അങ്ങനെ കൊണ്ടല്ലോ. ആ റിപ്പോർട്ട്
മാറി നീ ഇറങ്ങി നീ മാറി ഞാൻ അടിക്കളി. ഇല്ല റിവെഞ്ച് ആ, അത് റിവെഞ്ചിന് അവര് ചത്തെടുക്കുമല്ലേ? ഇതെന്താടാ കൊറേ ഒരു മരിച്ചു കിടക്കുന്നുണ്ടല്ലോ ഇവിടെ, എന്ത് പറ്റിയതാ? ആ, അളി അറിയത്തില്ല, ഇന്ന് ഫുഡ് കഴിക്കാൻ ചത്താന്ന് ഒരു തോന്നുന്നു. സെക്കൻഡ് ഓ, സാറേ ഇവർക്ക് എന്ത് പറ്റിയതാ? ഇവിടെ ശശിക്ക് ബാഡി ഇருக்கு, അത് സിറ്റുവേഷൻ ഇല്ല. അത് ഇത് പോലീസിനെ വല്ലതും വിളിച്ചവരെ രക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇത് പല ആരോ അടിച്ച് പൊളിച്ചെന്ന് പറയാ. ഇത് ആരാന്ന്? അയ്യോ ഇത് അലീനയല്ലേടാ സാറേ, ഇത് പൊക്കിയ സാറേ, ഇത് എനിക്ക് അറിയുന്ന ആൾക്കാരാ. അയ്യോ ഇത് അലീനയല്ലേ അലീനായിരുന്നു ഇത്. സാറേ? അത് வந்து கார்ல அடிபட்டு செத்து போச்சு. സാറേ ഇവരെ രക്ഷിക്കാൻ പറ്റുമോ? അത് മൊട്ട എടുത്തിറങ്ങ സാറേ കേക്കാവോ? ഇവരെ രക്ഷിക്കാൻ പറ്റൂലേ? രക്ഷിക്കാൻ പറ്റുമോ? പോയിട്ട് സർജറി ചെയ്യണം. അലീനെ ആരടിച്ചേ? ആരാടിച്ചേ? സാറേ വണ്ടി ഇടിച്ച സാറേ ഇവരെനിക്ക് അറിയുന്നുള്ളൂ സാറേ, ഇവരറിയുന്നുള്ളേ. ഞാൻ ബൈസ്റ്റാൻഡറാ ഇവരെ. ഇതല്ല, വണ്ടി ഇടിച്ചതല്ല. ഓ ഷോട്ടാണ്. സാറേ അപ്പൊ ഇവരെ ക്യാരക്ടർ ഉണ്ടായാ? എങ്ങനെ? അല്ല സാറേ അപ്പൊ ഇവര് പൂർണ്ണമായിട്ട് മരിച്ചുപോയ അവര്? ഇല്ല സർജറി ചെയ്ത് റെഡിയാകും. ഹോസ്പിറ്റലിൽ ബാക്കപ്പ്. സാറേ കൂട്ടത്തിലെ സാറേ ഇവർക്ക് രണ്ടുപേർക്ക് ഈ നീലമുടിക്കും ഈ ബ്രൗൺ മുടിക്കില്ലേ, ഇവർക്ക് രണ്ടുപേർക്ക് തലച്ചോറ് കൂടി വെച്ചു കൊടുക്കാവോ? ഇവർക്ക് തലച്ചോറില്ല ശരിക്കും. സാറേ എനിക്കവരെ അറിയാവുന്നല്ലേ സാറേ, എനിക്കവരെ നേരത്തെ അറിയാവുന്നല്ലേ. ഇവർക്ക് ജനിച്ചപ്പോ തൊട്ട് പകുതി തലച്ചോറ് വർക്ക് ആവത്തില്ല. സാറേ റെഡ് മുടിക്ക് തലച്ചോറുണ്ട്, ആ ചന്തിയിലാണ്. ചന്തിയിലാണ്. ഈ അലീനയുടെ പകുതി തലച്ചോറ് ചന്തിയിലാണ് പ്ലേസ് ആയിരിക്കുന്നത്. അല്ല പണ്ടൊരു സർജറി നടത്തിയതാണ്, നമ്മള് പണ്ടൊരു സർജറി നടത്തി നോക്കിയതാ സാറേ. സാറേ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ട് എടുത്തോളാം സാറേ, ഇവരൊന്ന് രക്ഷിക്കാവോ? അല്ല ഗൺ ഷോട്ട് ചെയ്തല്ലേ, സർജറി ചെയ്തിട്ട് എടുക്കാൻ പറ്റുമോ? ഓ അങ്ങനെ. ആംബുലൻസ് ഇപ്പൊ വരും, ബാക്കപ്പ് ഉണ്ട്. സാർ ഞങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? ഇവരെ വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം, വേണമെങ്കിൽ EMS അങ്ങോട്ട്. ഇല്ല സാറേ രക്ഷിക്ക് സാറേ, അവര് കൊറേ നേരമായിട്ട് ഇങ്ങനെ തലാറങ്ങി കിടക്കല്ലേ. കൊറേ നേരമായിട്ടില്ല നമ്മളെ. ആ കണ്ണാ എന്താ പരിപാടി? ആനയാ? സാബുരിന്റെ വണ്ടിയല്ലേ ഇത്? സാബുര് എവിടെ? സാബുര് കത്തിയാ? എടാ സാബുരിന്റെ ഈ വണ്ടി അങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങളുടെ തരുമെന്തോ? എവിടെ നീ? മാറിയട്ടെ പാകെ അല്ലടാ റിച്ചാടാ, നമ്മള് കുറച്ച് റിച്ചാടാ. നമ്മള് പണ്ടത്തെ പോലെ എല്ലാ കാലത്തും നമുക്ക് തെണ്ടി തിരിഞ്ഞ് നടക്കാൻ പറ്റുവാടാ. നമുക്ക് കുറച്ച് നമ്മള് കാശ് വരുമ്പത്തേക്ക് ആൾക്കാരൊക്കെ മാറൂടാ കണ്ണാ. മണി ടോക്സ് എടാ ആ 100 രൂപ അവന് സിറ്റിയിൽ അവന് 1 കോടി അയച്ചു വിടറാ നീക. ശശിക്കൊക്കെ അതെ ഇവളുടെ വായിലൊന്ന് കാഷ്ടിച്ചു കൊടുക്കാവോ? അവക്ക് കുറച്ച് ബുദ്ധി വരട്ടെ. ഓ സോറി എന്താടി ചാവണാടി എനക്ക് ചത്തേന്ന് പോരേടി നിനക്ക്. ചത്തേന്ന് പോരേടി. സാറേ ഈ ശവങ്ങളൊക്കെ സാറേ ഞാൻ കൊണ്ടുവരാം സാറേ. അതെ ഈ ശവത്തിനെ ഞാൻ കൊണ്ടുവരാം. എടാ ഇല്ല സാർ ഇല്ല മാഡം ഇറ്റ്സ് ഓക്കെ വാ മാഡം ഞാൻ കൊണ്ടുവരാം. ആഹാ ഒരു ശവണീറ്റ് സാറേ അത്ഭുതം. അലീന മനസ്സിലായില്ലോ. അലീന എന്താ അലീന നമ്മളെ ആള് പറയണോ ഫയർ ചെയ്താലോ? വിടടാ പട്ടി. അതെ കത്തിച്ചങ്ങ് കളയും. ഒരാള് നമ്മളെ പറയുന്നില്ല മനസ്സിലായില്ലേ? ആരടുത്താണ് നീ കളിക്കുന്നേ? ഈ ചന്ദ്രബോസിന്റെ അടുത്താണോ നിന്റെ വിളച്ചിലേ? കത്തിച്ചങ്ങ് കളയട്ടേടി.
വിട് ചേട്ടാന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ കത്തിക്കൂടി ഇപ്പൊ സ്പോട്ടില്. വിട് ചേട്ടാന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ കത്തിച്ചാൻ കളയും ഞങ്ങള് കേട്ടാ. ശരി പെട്രോൾ ക്യാനൊക്കെ ഉണ്ട്. കത്തിക്കാം. യവക്ക് ജീവിതം എടാ അവള് എനിക്ക് പോയതോണ്ടേ എനിക്ക് ബഗ്ഗാടാ. അത് അവിടെ പോയിട്ട് റിലീസ് കൊടുത്തായി. അവർ അടുത്തോട്ട് എസ്കോട്ട് റിലീസ് കൊടുത്തായി. സാറേ ഒരു വല്ലാത്ത സാറേ ഞാൻ കഴിഞ്ഞോട്ടെ സാറേ. ഇതിലിപ്പോ അത് അവിടെ ചെക്ക് ഇവരെ പൊക്കിക്കൊണ്ടുവരാൻ സാറേ. എന്തിനാ സാർ ഇത്ര കഷ്ടപ്പെട്ടെ? അവരെയും പൊക്കി എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സാറേ ആര് സാറേ? സാറേ എന്റെ പേര് എന്താ സാറേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ എടി വാളെടുത്തവൻ വാളാൽ. നീ എനിക്കെതിരെ നീ തോക്കെടുക്കും അല്ലേടി? ഇനി എടുത്താലേ എവിടെ അവളെവിടെ? അതില്ല ഒരുപാട് കേസ് അതെ അങ്ങ് റോങ് ആവല്ലേ? EMS എടുത്തങ്ങ് റോങ് ആവല്ലേ കേട്ടോ? നിന്റെ തന്റെ ജോലിയിൽ അവർക്ക് സാലറി എടുക്കണം കേട്ടോ. നീ അങ്ങ് റോങ് ആവല്ലേ? ഇത് ഏറ്റവും ടോപ്പിലുള്ള അവര് ഇവിടെ വന്നിട്ട് ബോട്ടാണ് അവരെ പൊക്കിയത്. നിങ്ങൾ ആംബുലൻസ് വരാനുള്ള ഒരു ടൈം കൊടുക്കണമെങ്കിൽ ഓക്കെ. ഇത് ആംബുലൻസ് വന്ന് എടുത്തിട്ട് വന്ന് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ആളെ ബോട്ട് പൊക്കത്തില്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ മാഡം, നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഗൺഷോട്ട് ആയിട്ട് വീണ ഒരാളാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്തിട്ടാണോ ഇതുപോലെ റിവൈവ് ചെയ്യുന്നത്, രക്ഷിക്കുന്നത്? എല്ലാവരുടെ ഇൻഫോം ചെയ്യും. അതുവരെ ഇങ്ങനെ ശവത്തിന് ഇങ്ങനെ തന്നെ നിങ്ങൾ ഇട്ടേക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരെ നിങ്ങള് അതെ മാഡം, ബിക്കോസ് ഞാനൊരു ഗൺഷോട്ട് ആയിരുന്നു. പക്ഷെ എന്നെ രക്ഷിച്ചു നിങ്ങള്. അത് പാർഷ്യാലിറ്റി ആയിട്ട് അതെന്തുകൊണ്ട്? അതാണ് ഇവിടെ ഈക്വാലിറ്റി ഇല്ല. പയ്യ ഇത് ഇവിടെ ചെറുക്കന്മാർ രക്ഷിക്കും. മാഡം ഇതിന് നഷ്ടപരിഹാരമായിട്ട് അവർക്ക് ഒരു 5 കോടിയും കൊടുത്തേ. അലീൻ ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. അലീൻ ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. എടി ഒരു 10 കോടി വാങ്ങിച്ചു തരാം. ഒരു 5 കോടി ഞങ്ങൾക്ക്, 5 കോടി നിങ്ങൾക്ക് ഓക്കെ ആണോ? മൂഞ്ചിക്കോ ഒരു കാശും കിട്ടൂല. അതെ, ഈ വല്ലവന്റെ വണ്ടി എടുക്കാൻ എനിക്ക് നാണമില്ല എടി. എടി ഇത് എന്റെ വണ്ടിയാണ്, നാറി. ഇത് എന്റെ വണ്ടി. വാങ്ങിയ വണ്ടിയാ എന്റെ വണ്ടിയില്. എടി അവിടെ എലിന്ന് എന്റെ അലിനോടൊന്ന് ഫൈറ്റ് ചെയ്യുക. എടി ഒരുമ്പെട്ടോടെ എടി എന്റെ അലിനോട് ഒറ്റക്ക് ഫൈറ്റ് ചെയ്യോ? നീ പോകുന്ന സപ്പോർട്ട് ചെയ്യാവള. നീ ഇവിടെ പോണ ഈ വണ്ടി എടുത്തോണ്ട് ചതിയല്ലേ നീ? എടാ നാരടാ വരാതി പറയടാ. അയ്യോ എവിടെ പോയാ? അടയാ നീ ഒരു പോലീസാ? എന്നെ കണ്ട പോലീസിന് ലുക്ക് ഉണ്ടാട്ടെ. ഇപ്പൊ ഒരു മടക്കി വെച്ചിട്ട് ഒരു കുപ്പായവും. സാറേ അവര് നഷ്ടപരിഹാരം അർഹിക്കുന്നുണ്ട് കേട്ടോ സാറേ.
SCD പരിപാടി ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ സിറ്റി കത്തും. അതിനെക്കാട്ടി കൂടെ മാഡം കിട്ട കുറേ നേരം ചോദിച്ചിട്ട് വരാം. അപ്പൊ സാർ അവിടെ ഫുഡ് കഴിക്കാതെ ഓക്കെ വീണ ഒരാളെ എത്ര നേരം അവിടെ ഇട്ടിട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്തത്? ഗൺഷോട്ട് ചെയ്ത ഒരാളെ അപ്പൊ തന്നെ ബുക്ക് ചെയ്യുക. അതെങ്ങനെയാണ്? ദേ നിൽക്കുന്നത് നഷ്ടപരിഹാരം കൊടുത്ത് ഒതുക്കും മാഡം. അല്ല മാഡത്തിന് തനിക്ക് സംസാരിക്കാൻ പറ്റുമോ മാഡം? ഒന്ന് അല്ല അല്ല സാറേ ഇത് അവരെ പറയും. മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം മിസ്റ്റർ. കേട്ടാ? ഓ ഇപ്പൊ അതാണ് വിഷമം എല്ലാവർക്കും. ചന്ദ്രബോസിന് സമയം നഷ്ടപ്പെടുത്തുന്നതിന് വിഷമം. ഞങ്ങളുടെ സമയം വെറുതെ കളഞ്ഞു. അല്ലെങ്കിൽ നീയൊക്കെ ഉണ്ടാക്കിയാണ് നമ്മളങ്ങ് സമയം തന്നിരുന്നെങ്കിൽ. ഞങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങൾക്ക് ജോലിയില്ലേ? പിന്നെ ആര് എന്നെ കൊല്ലുന്നല്ലോ നിന്റെയൊക്കെ ജോലി? നീ പോടി താടകേ പൊടി നീ പോടി. എന്റെ കൈ കൊണ്ട് ചാവാതെ പൊടി. ഉള്ള കാശ് മതി കൊണ്ട് പോകും. അതെ ഒരു 10 കോടി ഞാൻ പറഞ്ഞ് സംസാരിച്ചിട്ട് 5 കോടി എനിക്കേ ശരിയാ. അതെ മാഡം അവർക്ക് 10 കോടി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇത് സോൾവ് ചെയ്യാം. മാഡം ഒരു 10 കോടി അല്ല മാഡം ഒരു 10 കോടി കൊടുത്ത് മാഡം ഒരു 10 കോടി കൊടുത്ത് കഴിഞ്ഞാൽ അവര് ഓക്കെ ആവുന്നാ പറയുന്നത്. ഓ അത്ര വേണ്ട ഞങ്ങൾക്കൊരു 15 കോടി തരുന്നു. ആ നിന്റെ തന്തയല്ലേ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ കെട്ടിയേ? പിന്നെ നിനക്ക് 100 കോടി. പിന്നെ അവളുടെയൊക്കെ വാ തുറന്നിരിക്കല്ലേ അങ്ങ്. എന്റെ പൊന്നെ ഇതാണ് ഈ ലോകം രക്ഷപ്പെടാത്ത. മനസ്സിലായ? ചന്ദ്രു ഇത് നമ്മളെ 10ന്റെ പൈസ എടുത്തില്ല. ഇവിടെ വാട്ടോളം പറഞ്ഞു വിട്ടാണ്. നല്ല മോന്നി സാർക്ക് ഊമ്പിത്തരം പറയല്ലേ? മാറിയില്ലേ? ഓ ഒരു പൈസ വാങ്ങിക്കാതെ 10 കോടിയൊക്കെ വാങ്ങിക്കാറുണ്ട്. ഒരു 10 കോടിയൊക്കെ വാങ്ങിച്ചിട്ട് 5 കോടി പോരാ. നീ ഏതാടി നീ ശവമേ? നീ ചത്തല്ലേ ഒരു പ്രാവശ്യം. നീ പറഞ്ഞ ചത്തല്ലേടി നീ താടകേ? അവള് വന്നിരിക്കണു ശവം. ചത്തവളൊക്കെ എണീറ്റൊന്ന് സംസാരിക്കുന്നു എന്റെ അടുത്ത്. നീക ഇവളൊക്കെ അങ്ങ് തീർത്താലാ? എന്ത് പറയണ്? പിന്നെ നിന്റെ കൂടെ നടക്കാനി എടി 4 പിന്നെ 4 റിലേഷൻ ഉള്ള നിന്നോട് നടക്കാനി 8 റിലേഷൻ ഉള്ളവനെ എവള് ട്രീസ അറിയുന്നുള്ള തള്ളക്കൊന്നും വിളിക്കല്ലേ? ഇത് നിന്റെ അച്ഛനാണ് അറിഞ്ഞില്ല ഞാൻ. ആ ട്രീസ മോളെ കേറ്. എടാ പണ്ട് വെക്കേണ്ട ഒരു ക്രഷ് ഉണ്ടായിരുന്നു. എടി നിന്നെ കൊണ്ടോ കേറ്. തുപ്പൊന്നല്ലോട് പറഞ്ഞ തുപ്പടി. എടാ നൈസായിട്ട് അലീനെ തട്ടിക്കൊണ്ടുപോയിട്ട് 5 കോടി വാങ്ങിച്ചിട്ട് അവളെ കിട്ടാൻ എന്താ പറയണം? അല്ല അലീന അടുത്ത് വണ്ടി കയറാൻ പറ്റും. കാര്യം പറയാൻ അലീന ഇന്നത്തെ സിറ്റുവേഷന്റെ ഒരു കാര്യം പറഞ്ഞു. കേറി അർജന്റ്. അല്ല അലീന കേറ്. ഇന്ന് ഒരു അർജന്റ് കാര്യം. ഇന്നത്തെ സിറ്റുവേഷനിലെ മഫ്തിയിൽ വന്നിട്ട് സീനായി. അപ്പൊ മറ്റേ EMS ഇല്ല നമ്മൾ നേരെ തൂക്കി. അങ്ങനെ ഇപ്പൊ വിളിച്ചിട്ട് ചന്ദ്രനാണെന്ന് ചോദിച്ചു.
ഞാൻ ആദ്യം ആന്ന് പറഞ്ഞറിയാണ്ട്. ആ പറയാം. അതായത് അങ്ങേര് ആദ്യം എൻ്റെ അടുത്ത് അങ്ങേര് പറഞ്ഞ് ഹലോ അയ്യോക്കടി ഓനെ വെടിച്ചോല്ലേ കൊല്ലേ കൊല്ലും എത്ര നേരോടാവണ കയവളക്കം വസിച്ചു പോണേ. ഇതൊക്കെ എന്ത് ചെയ്യാല്? നമുക്ക് ഇതിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും? 3 പേര് എന്നിട്ടും അടിച്ചെങ്കിൽ അതിന് ഞാൻ FRP വലിക്കേ. അല്ല ഞാൻ FRP വലിക്കും. ഞാൻ FRP വലിക്കുമല്ല. അവളവിടെ കപ്പ് കേക്ക് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തോ ഭാഗ്യത്തിന് ഞാൻ അവരുടെ അടുത്ത് അക്കൗണ്ട് ഇടാൻ പറഞ്ഞു. 5 കോടി പോയെന്നാ? എങ്ങനെ പോയി? എന്റെ കയ്യിലില്ലല്ലോ, എന്റെ അക്കൗണ്ടിലല്ലേ അത്. എടാ ഇതിനെ എടുക്കാൻ പറ്റുമോ നോക്കാം അവളെ. എങ്ങനെയല്ലേ എടുക്കുന്നത്? എന്റെ കൂടി കണ്ണ് വെച്ച് 28